ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ മുത്തുമണികളെ, ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ചെയ്തെടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റവ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇഡ്ഡലിയുടെയും ഒരപ്പത്തിൻ്റെയും റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ചേർത്തിട്ടുള്ളത് ഒരു 1/2 കപ്പ് നിറയെ ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഓരോരുത്തരും എടുക്കുന്ന റവയ്ക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസമൊക്കെ വരും. അപ്പോൾ കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഇനി ഇതൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 10-15 മിനിറ്റ് നേരം വെച്ചാൽ മതി കേട്ടോ. റവയല്ലേ ഒന്ന് കുതിർന്ന് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇതപ്പോൾ ഒരു 15 മിനിറ്റ് നേരം ഞാനൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ റവ വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലോണം കട്ടിയായിട്ടൊക്കെ തോന്നുകയെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുതിർത്തെടുത്തിട്ടുള്ള റവയും ചോറും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ 2 തവണകളായിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പാത്രം കഴുകിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകേണ്ട. വെള്ളത്തിൻ്റെ അളവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പത്തിനാണെങ്കിൽ ഓക്കെ ആയിരിക്കും ചെയ്യും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരിക. ഞാനിതപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അരച്ചെടുത്ത മാവ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ, ഈസ്റ്റോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഇഡ്ഡലി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇഡ്ഡലി ഭയങ്കര ഹാർഡായിട്ട് പോകും കേട്ടോ. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്ത ശേഷം ഇത് മൂടി വെച്ച് കൊടുക്കുക. സാധാരണ നമ്മൾ അരി ഉഴുന്നിൻ്റെ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ മാവ് പുളിക്കാൻ വെക്കുന്ന സമയം നമുക്ക് ഇതും പുളിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 6-7 മണിക്കൂറോളം ഇത് പുളിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ മാവ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങനെ പൊന്തി വന്നിട്ടൊന്നുമില്ല. പക്ഷേ മാവ് ഒരുപാട് ബബിൾസൊക്കെ വന്നിട്ട് നല്ല സെറ്റായിട്ട് തന്നെ മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ആ മാവിനെ ജസ്റ്റ് ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സാക്കി എടുക്കുന്ന ഒരുപാട് നേരിട്ട് ഇളക്കി എടുക്കുകയും ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്കിനി ഇഡ്ഡലിയോ അപ്പോൾ എന്താണോ വേണ്ടത് അത് ചുട്ടെടുക്കുക. ഞാനിപ്പോൾ ആദ്യം ഇഡ്ഡലിയാണ് ചുട്ട് കാണിക്കുന്നത്. ഇഡ്ഡലി ചെമ്പ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായി വന്ന സമയത്ത് ആ തട്ടൊന്ന് ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്ന തട്ടിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കുക. ഇതുപോലെ തട്ട് ചൂടാക്കിയ ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഇഡ്ഡലി നമുക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി തട്ടുന്ന് എടുക്കാനായിട്ട് കിട്ടും കേട്ടോ. ഇതപ്പോൾ ഞാൻ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ തട്ടും അതുപോലെ തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിലാക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഇത് എടുക്കാനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. സാധാരണ നമ്മൾ ഉഴുന്നും അരിയൊക്കെ അരച്ചുണ്ടാക്കുന്ന ഇഡ്ഡലി കഴിക്കാൻ ചില ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ എപ്പോഴും ഒരേ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്ത് നോക്കണമെന്ന് തോന്നുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. ഇഡ്ഡലി തട്ടിൽ മാവ് ഒഴിച്ച് കൊടുത്ത ശേഷം സാധാരണ നമ്മൾ ഇഡ്ഡലി വേവിച്ചെടുക്കുന്ന ആ സമയം വരെ അത്രയും സമയം തന്നെയാണ് ഇത് വേവാനായിട്ട് എടുത്തിട്ടുള്ളത്. ഒന്നങ്ങ് ആറിയ ശേഷം ഇഡ്ഡലി തട്ടുന്ന എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാതെ അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് എടുക്കാനായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഇഡ്ഡലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. തട്ടുന്ന എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബാക്കിയുള്ള മാവ് കൊണ്ട് ഞാൻ അപ്പം ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് ചൂടാക്കിയ ശേഷം മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ചുറ്റിച്ച് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഹോൾസൊക്കെ ഒന്ന് വരാനായിട്ടൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഹോൾസ് വന്ന ശേഷം ഒന്ന് മൂടി വയ്ക്കുക. ജസ്റ്റ് 1 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക. അത്രയും സമയം ആകുമ്പോൾ തന്നെ ഇതുപോലെ അരികൊക്കെ മുരിഞ്ഞിട്ടുള്ള നല്ല അപ്പം നമുക്ക് കിട്ടും കേട്ടോ. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ റവ വെച്ചിട്ട് ഇതുപോലെ ഇഡലി അപ്പം ഒന്നും തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഈ വെള്ളരി ചട്നീൻ്റെ കൂടെ ഇത് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റവ വെച്ചിട്ടുള്ള ഇഡ്ഡലിയുടെ അപ്പത്തിൻ്റെ ഒക്കെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് പറയുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.